നമസ്കാരം. ഈ രീതിയിൽ നമ്മൾ പറഞ്ഞു. പക്ഷെ യാത്രകൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ചിത്രനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മസ്കറ്റിലെ ഒരു സ്റ്റേജിലാണ് സുഹൃത്തുക്കളെ. എന്ത് രസമാണ് ഞാൻ എൻ്റെ ബുക്കിൻ്റെ പുറംചട്ടയിൽ കണ്ട അതേ കാഴ്ചയാണ് സുഹൃത്തുക്കളെ കാണുന്നത്. നിങ്ങളെല്ലാവരും യാത്രകൾ ചെയ്യണം. ഫ്രണ്ടിലിരിക്കണം. ചേച്ചിമാർക്കും അമ്മൂമ്മമാർക്കും എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഒരു കുഴപ്പമില്ല. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ട്രാവലോഗുകൾ കാണും. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഇങ്ങനെ നമ്മുടെ ചിത്രനും കടന്നു പോവാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷനായിട്ട് തരുന്നത് നടൻ എന്ന് പറയുന്നത് നമ്മുടെ ജയസൂര്യയാണ്. ജയസൂര്യ ഒരു വേദിയിലേക്ക് കടന്നു വന്നാൽ പെട്ടെന്ന് ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജയസൂര്യ. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ മസ്കറ്റിൽ ഇങ്ങനെയുള്ളൊരു പരിപാടിയുടെ ഭാഗമായിട്ട് വരാമെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഫ്രണ്ടിൽ തലയിൽ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ കുറേ നേരമായിട്ട് ചിന്തിക്കുന്നുണ്ട് എപ്പോൾ ഈ പരിപാടി തീരും എന്നല്ലേ ചിന്തിക്കുന്നത്. ഒട്ടും പേടിക്കേണ്ട, കുറച്ച് സമയം നമ്മൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ എന്നോട് പറയുക. ജയസൂര്യ പല്ലുകൾ ഇളകുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളകുന്നുണ്ട്. പല്ലുകൾ ഇളകാതെ നമുക്ക് സൂക്ഷിക്കാൻ പുതിയ പല്ലുകൾ വയ്ക്കാൻ നമ്മുടെ ഗണേഷ് കുമാർ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സഹായത്തിനുണ്ട്. കാരണം കേരളത്തിൽ ആർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. മാത്രമല്ല മഹേഷ് കുഞ്ഞുവിന് ജീവിതത്തിൽ ഇത്രയും നല്ലൊരു പല്ല് ഞാൻ വെച്ച് തരുന്നതായിരിക്കും. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഹലോ, ഞാൻ എപ്പോഴും കാണാറുണ്ട്, നിങ്ങളുടെ കൂടെ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ ആരും റിപ്ലൈ തരാറില്ല. എന്തായാലും ഗൂഗിൾ പേ സംവിധാനത്തിലൂടെ എല്ലാവരുടെ സേവനവും ഞാൻ തരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാർ സാറും പോയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്ന നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള താരം സൈജു കുറുപ്പിന് ഭയങ്കര ധൃതി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും നമസ്കാരം. മസ്കറ്റ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ മസ്കറ്റിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരുടെയും മുഖം കാണുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഫ്രണ്ടിലിങ്ങനെ ചേട്ടാ നമ്മുടെ ജോർജ് ഇവിടെ വന്ന് പറയണ്ടായി. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. നമ്മുടെ മസ്കറ്റിൽ ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകും. ഞാൻ ശ്രീനിവാസനെ കാണാമെന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും അത് നടന്നു. എന്തായാലും എൻ്റെ പണി എന്ന സിനിമയിൽ അഭിനയിച്ച നമ്മുടെ സാഗറിനെ വിളിച്ചാലോ? ഗിരിയേട്ടൻ ചേച്ചി സ്പെഷ്യലാ. സുനിയൊക്കെ തട്ടി നീ ആരെൻ്റെ അപ്പനെ തന്നെ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കടാ. ആരുടെ പോണ ഞാനവിടെ പോണ്. ഡോൺ സമാസി എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലാഭിക്കാം. പിന്നെ മനസ്സിലായവരാണ് ഇത് കുറെ നേരം നോക്കിക്കൊണ്ടിരുന്നു. കഴിവിക്കാൻ നോക്കണോ? സത്യം പറഞ്ഞ ഇത്തവണ പരിപാടിയിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ആളുകളുടെ ഈ കയ്യടി എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഭയങ്കര സന്തോഷം. എന്നെ കൊണ്ടാണ് ശ്രദ്ധിച്ചിരുന്ന കാര്യം കൂടെ. നിങ്ങളിന്ന് സ്ക്രീനിൽ നമ്മളെന്താ എല്ലാവരുടെ ഒരു കുറേ നേരം ചിരിച്ചോണ്ടിരിക്കണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാവരും ഈ പരിപാടി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങളുടെ ഊർജ്ജമൊക്കെ എവിടെ പോയി സുഹൃത്തുക്കളെ? നിങ്ങൾക്കൊന്ന് കൈയടിക്കാൻ ഞാൻ പറയണോ? അല്ലെ കൈയടിച്ചില്ലെങ്കിൽ കർശനമായ നടപടി എടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ച ഈ കുട്ടി എന്തിനാണ് ഏതൊരു തിരിക്കുന്നത്? നേരമായല്ലോ. ചുവന്ന സാരി എടുത്തോണ്ട് വന്ന് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അല്ല കറുപ്പ് ഇട്ടോണ്ട് വന്നിട്ടുണ്ട്. കർശനമായ നടപടി എടുക്കുന്നതായിരിക്കും. ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ നമ്മുടെ സ്വന്തമായ